ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എങ്ങനെയാണ് കൾച്ചേഴ്സ് അല്ലെ റീജിയണൽ കൾച്ചേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, കേരളത്തില് അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജുമായിട്ടുള്ള ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഒരു റിലീജിയനും കൾച്ചറും തമ്മിലുള്ള റെലവൻസ്, രാജ്പുട്ടിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബിയോണ്ട് റീജിയണൽ ഫ്രോണ്ടിയേഴ്സ് ദ സ്റ്റോറി ഓഫ് കഥക്. ഓക്കെ, റീജിയണൽ ഫ്രോണ്ടിയേഴ്സിന് ബിയോണ്ട് ആയിട്ടുള്ള കഥക് എന്ന് പറയുന്ന സ്റ്റോറി ആൻഡ് അത് പിന്നീട് അതിന് എന്ത് ചേഞ്ച് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നിങ്ങൾ കഥക് കേട്ടിട്ടുണ്ടോ? ഓക്കെ, heroic traditions can be found in different regions in different forms. The same is true of dance. ഡാൻസിന്റെ കേസിലും സെയിം ആണ്. ദ കഥക് നൗ അസോസിയേറ്റഡ് വിത്ത് സെവറൽ പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ. കഥക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ അല്ലെ, ഇന്ത്യയുടെ നോർത്ത് ഭാഗത്താണ് കഥക് എന്ന് പറയുന്നത്. അതൊരു ഡാൻസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ. നമ്മളിപ്പോ ക്ലാസിക്കൽ ഭരതനാട്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡാൻസ് ഫോമിന്റെ ഒരു ഫോം കൊടുത്തിട്ടുള്ള ഒരു ആർട്ടാണ് കഥക് എന്ന് പറയുന്നത്. ടേം കഥക് ഇസ് ഡിറൈവ്ഡ് ഫ്രം കഥ. കഥ എന്ന് പറഞ്ഞാൽ എന്താ? എ വേർഡ് യൂസ്ഡ് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് അതർ ലാംഗ്വേജസ് ഫോർ സ്റ്റോറി. അല്ലെ, കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലാണെങ്കിലും കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സ്റ്റോറി എന്നാ അല്ലെ. അപ്പം ആ ഒരു കഥ എന്ന് പറയുന്ന വേർഡ് എന്നാണ് കഥക് എന്ന് പറയുന്ന ഒരു കല, ഒരു ആർട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. The Kathak were originally a caste of storytellers in temples of North India. കഥക് എന്ന് പറയുന്ന ആദ്യം ഒരു കാസ്റ്റ് ആയിരുന്നു അല്ലെ. കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് എന്താണ് ഇതിനനുസരിച്ച് അല്ലെ, കാസ്റ്റ് ജോലിക്ക് അനുസരിച്ചാന്ന് പറയും അല്ലെ. ഇപ്പൊ എന്താ പറയാ, ആശാരി എന്ന് പറയുമ്പം എന്താണ് അത് മരപ്പണിയൊക്കെ ചെയ്യാൻ അറിയുന്ന പഴയകാലത്ത് കാസ്റ്റിന് അങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിനനുസരിച്ചായിരുന്നു കാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനെ വേറെ രീതിയിൽ പലതരത്തില് ഇന്റർപ്രറ്റ് ചെയ്ത് പോയതാണ്. ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു? സ്റ്റോറി ടെല്ലേഴ്സ് ഇൻ ടെമ്പിൾസ് ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ കഥ പറയുന്ന ആൾക്കാരെയാണ് കഥക് എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഹു എംബലിഷ്ഡ് their performance with gestures and songs. അല്ലെ, കഥ പറയുന്നുണ്ട്, അതിന്റെ കൂടെ പാട്ട് പാടും, കുറച്ച് ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കും. ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു കഥക്. ആൻഡ് കഥക് became evolving into a distinct mode of dance. പിന്നീട് അത് ഒരു ഡാൻസിന്റെ ഫോമിലേക്ക് മാറാം അല്ലെ, ഇവല്യൂഷൻ സംഭവിച്ചു. നമ്മൾ പറഞ്ഞു അല്ലെ, ഇവോൾവിംഗ് ആണെന്ന് പറഞ്ഞു അല്ലെ. പണ്ട് ക്ലാസിക്കൽ ഉണ്ടായിരുന്നു, വെസ്റ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, ഇപ്പൊ എവല്യൂഷൻ വന്ന ക്ലാസിക്കലും വെസ്റ്റേൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് പുതിയ ഫോംസ് ഒക്കെ ഓരോ ആൾക്കാർ ഫോം ചെയ്യുന്നില്ലേ. അപ്പൊ അതൊരു ഇവല്യൂഷൻ അല്ലേ മ്യൂസിക്കിന്റെ കേസിൽ. അപ്പം അതുപോലെ ഡാൻസിന്റെ അല്ലെ, വെസ്റ്റേണും ക്ലാസിക്കൽ ഡാൻസും കൂടെ ക്ലബ് ചെയ്തിട്ട് വരുന്ന ഡാൻസ് ഫോംസ് ഇല്ലേ, അതുപോലെ തന്നെ ഈ ഒരു കഥക് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ ഡാൻസിന്റെ ഫോമിലേക്ക് ഒരു ഇവല്യൂഷൻ വന്നു. എപ്പോ വന്നു? ഏത് സെഞ്ചുറിയിലാ? 15th and 16th centuries with the spread of the ഭക്തി മൂവ്മെന്റ്. അപ്പൊ ഭക്തി മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് 15th 16th സെഞ്ചുറിയില് കഥക് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോം ഒരു ഡാൻസിന്റെ ഫോമിലേക്ക് മാറി. And the legends of Radha Krishna were enacted in folk plays called Rasa Leela, which combine the folk dance with the basic gestures of the Kathak storytellers. Okay, അപ്പം Radhakrishna were enacted in folk plays called Rasa Leela, which combined folk dance. Folk dance ne Kathak basic gestures-ആയിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ രാസലീല ഫോം ചെയ്തു. ആര്? രാധാകൃഷ്ണ. And under the Mughal emperors and their nobles, Kathak was performed in the court where it acquired its present features and developed into a form of dance with a distinctive style. And subsequently, it developed in two traditions or gharanas. അപ്പം പിന്നീട് അത് രണ്ട് ട്രഡീഷൻസിലേക്ക് മാറി. വൺ ഇൻ ദ കോർട്സ് ഓഫ് രാജസ്ഥാൻ, ജയ്പൂരില്, ആൻഡ് ദ അതർ ഇൻ ലഖ്നൗ. അപ്പൊ ഒന്ന് രാജസ്ഥാനിലും, അതായത് രാജസ്ഥാനിലെ ജയ്പൂരിലും അതുപോലെ തന്നെ ലഖ്നൌവിലും. അണ്ടർ ദി patronage ഓഫ് വാജിദ് അലി ഷാ, the last Nawab of Awadh, it grew into a major art form. അപ്പം അവധിലെ അവസാനത്തെ നവാബായിരുന്ന വാജിദ് ഷായില് ഇവിടെയാണ് അതൊരു മേജർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയിട്ട്
കഥക് മാറിയത്. ഓക്കെ, by the third quarter of the 19th century, it was firmly entrenched as the dance form, not only in these two regions. അല്ല, ഇപ്പൊ ഫസ്റ്റ് രണ്ട് റീജിയനിലും, ഒന്ന് ജയ്പൂരിലും ഒന്ന് ലക്നൌവിലും, but in the adjoining areas of present day പഞ്ചാബ്, ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ, ബീഹാർ, മധ്യപ്രദേശ് അല്ലെ. അപ്പം സ്റ്റാർട്ടിങ് ടൈമിൽ എന്തായിരുന്നു, രണ്ട് സ്ഥലങ്ങളില്, പിന്നീട് അത് അതിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് കൂടെ വ്യാപിച്ചിട്ട് എന്താണ്, പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ, ബീഹാർ, അങ്ങനെ ഒത്തിരി പ്രദേശങ്ങളിലേക്ക് കഥക്കിന്റെ ഒരു ഫോം ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. Emphasis was laid on intricate and rapid footwork, elaborate costumes, as well as on the enactment of stories. Kathak, like several other cultural practices, was viewed with a disfavor by most British administrators in the 19th and 20th century. അപ്പം അല്ലെ, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ വന്നതിന് ശേഷം കഥക് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് എന്ത് ചെയ്തില്ല, അധികം അവർ പ്രൊമോട്ട് ചെയ്തില്ല, അവരെന്ത് ചെയ്തില്ല, അവർ കൂടുതലായിട്ട് അതിനെ അതൊരു ഡിസ്ഫേവർ ആയിട്ട് അവർ കണക്കാക്കി. എന്നിട്ട് കൂടി however it survived and continued to be performed by courtesans and was recognized as the one of the 6 classical forms of dance in the country after independence. അല്ലെ, ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഈ ഒരു കഥക് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വലിയൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ അവരെ സപ്രസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ബ്രിട്ടീഷ് മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെ പല ആൾക്കാരും ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് ആ ഒരു കലാരൂപത്തിനെ വീണ്ടും അടുത്ത നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്തിട്ട് ഇവൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ 6 ക്ലാസിക്കൽ ഫോംസ് ആയിട്ട് അല്ലെ 6 ക്ലാസിക്കൽ ഫോംസ് ഓഫ് ഡാൻസിന് 6 തരത്തിലുള്ള ക്ലാസിക്കൽ ഫോമില് അതില് ഒന്നായിട്ട് അല്ലെ 6ൽ ഒന്നായിട്ട് കഥക് ഉണ്ടായിരുന്നു. കഥക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലെ. ബാക്കി 6 ഏതൊക്കെയാന്ന് നമുക്ക് പറയാട്ടോ. അപ്പൊ 6ൽ ഒന്നായിട്ട് കഥക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എന്താണ് ക്ലാസിക്കൽ ഡാൻസേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലെ. 6 ക്ലാസിക്കൽ ഡാൻസേഴ്സിന്റെ പേര് നമുക്ക് പഠിക്കാം. അപ്പൊ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ ഓഫ് ഡിഫൈനിങ് എനി ആർട്ട് ഫോം ആസ് ക്ലാസിക്കൽ. അപ്പോ ഏതൊരു ആർട്ട് ഫോമിനെയും ക്ലാസിക്കൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈസ് ഓഫൺ ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ്. എന്താ നിങ്ങൾ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലാസിക്കൽ എന്ന് പറയുന്ന വേർഡിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? So, do we define something as classical if it deals with a religious theme, or do we consider it classical because it appears to require a great deal of skill acquired through long years of training? Or is it classical because it is performed according to rules that are laid down and variations are not encouraged? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണോ നിങ്ങൾ ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? അതൊരു ഫിക്സഡ് ഫോം ആണ്, അതിനകത്തൊരു ഇവല്യൂഷനും കാര്യമൊന്നും ചെയ്യാൻ പാടില്ല, അതൊരു റൂള് പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ ഫോമാറ്റിൽ പോകുന്നതിനെയാണോ നിങ്ങൾ ക്ലാസിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? These are questions we need to think about. It is worth remembering that many dance forms that are classified as folk, നമ്മൾ ഫോക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന കുറെ ഡാൻസ് ഫോം ഉണ്ട്, ഓൾസോ ഷെയർ സെവറൽ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് കൺസിഡേർഡ് ടിപ്പിക്കൽ ഓഫ് ക്ലാസിക്കൽ ഫോംസ്. അപ്പം ചില ഫോക്ക് ഡാൻസ് ഇല്ല, ചില കാറ്റഗറീസ്. അപ്പം ചില ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക് ഫോക്ക് ഡാൻസ് കളിക്കാൻ എളുപ്പമായിരിക്കും അല്ലെ. അപ്പം ഫോക്കിൽ വരുന്ന കുറച്ചെണ്ണം ക്ലാസിക്കലുമായിട്ട് വരുന്ന കുറെ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. സോ while the use of the term classical, many suggest that these forms are superior. This need not always be literally true. അപ്പൊ ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള ഡാൻസ് ഫോമിനെ വെച്ച് നോക്കുമ്പോൾ പല ആൾക്കാരും അത് കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള സാധനമാണെന്നാണ് പറയാറ്. പക്ഷെ അങ്ങനെ നമുക്ക് ഒരെണ്ണം സുപ്പീരിയർ ഒരെണ്ണം ഇൻഫീരിയർ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. And other dance forms that are recognized as classical at present are
ഏതൊക്കെയാണ്? കഥക്ക് നമ്മൾ പറഞ്ഞു അല്ലെ, ഭരതനാട്യമുണ്ട്. അത് എവിടെയാണ്? തമിഴ്നാടുമാണ് ഭരതനാട്യം. നമ്മൾ കളിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു റീജിയൺ എന്ന് പറയുന്നത്, പോപ്പുലർ റീജിയൺ എന്ന് പറയുന്നത് ഏതാണ്? തമിഴ്നാടുമാണ് ഭരതനാട്യം. കേരളത്തിൽ ഏതാണ്? കഥകളിയാണ് അല്ലെ, കഥകളിയാട്ടം. കഥകളിയാണ് കേരളത്തില്. ഒഡീഷയിൽ ഏതാണ്? ഒഡീസി. കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൽ ഏതാണ്? കുച്ചിപ്പുടിയാണ്. ആൻഡ് മണിപ്പൂരില് അത് മണിപ്പൂരിയാണ്. സോ ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി. അതിനെ കൂടെ എന്തും കൂടെ വരും? കഥകും കൂടെ വരും അല്ലെ. അതാണ് ക്ലാസിക്കൽ ഫോംസ് ഓഫ് ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് പെയിന്റിംഗ് ഫോർ പാറ്റേൺസ്, ദ ട്രഡീഷൻ ഓഫ് മിനിയേച്ചേഴ്സ്, അതാണ് നോക്കുന്നത്. പെയിന്റിങ്സിനെ പറ്റിയിട്ട്. പെയിന്റിംഗ് ഫോർ പാറ്റേൺസ്, the tradition of miniature. എന്താണ്? Another tradition that developed in different ways was that of miniature painting. എന്താ miniature എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, as their very name suggests അല്ലെ, എന്താണ് മിനിയേച്ചർ ഫോം അല്ലെങ്കിൽ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ജീവി എന്നൊക്കെ പറഞ്ഞാൽ സ്മോൾ സൈസ്ഡ് എന്നല്ല അതിന്റെ അർത്ഥം. സോ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള പെയിന്റിങ്സിനാണ് നമ്മൾ മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറയുക അല്ലെ. ചെറുതായിട്ടുള്ള പെയിന്റിങ്സിനാണ് എന്ത് പറയാ? മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറയാ. ജനറലി ഡൺ ഇൻ വാട്ടർ കളർ ഓൺ ക്ലോത്ത് ഓർ പേപ്പർ. ഓക്കെ, പെയിന്റിങ് ചെയ്യാണ് മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ പേപ്പറിന്റെ അകത്തോ അല്ലെങ്കിൽ ക്ലോത്തിന്റെ അകത്തൊക്കെ നമ്മൾ ചെറിയതായിട്ടുള്ള പെയിന്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറയുന്നത്. Earliest miniatures were on palm leaves or wood. പഴയ കാലത്ത് ഈ പേപ്പറൊക്കെ വരുന്നതിന് മുമ്പൊക്കെ ഉള്ള മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറയുന്നത് അവർ വുഡിനും അല്ലെ മരത്തിന്റെ മുകളിലൊക്കെ പെയിന്റിങ് ചെയ്യും. അപ്പൊ അതാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്ന മിനിയേച്ചർ പെയിന്റിംഗ് എന്ന് പറയുന്നത്. Some of the most beautiful of these found in Western India. മിനിയേച്ചർ പെയിന്റിംഗില് വെസ്റ്റേൺ ഇന്ത്യയിൽ വളരെ ഭംഗിയുള്ള പെയിന്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. They are used to illustrate Jaina text. Mughal emperors Akbar, Jahangir and Shah Jahan patronized highly skilled painters who primarily illustrated manuscripts containing historical accounts and poetry. അപ്പം മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹൈലി സ്കിൽഡ് പെയിന്റേഴ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ വർ ജനറലി പെയിന്റഡ് ഇൻ ബ്രില്യന്റ് കളേഴ്സ് ആൻഡ് പോർട്രേറ്റ് കോർട്ട് സീൻസ് ഓഫ് ബാറ്റിൽ ഓഫ് ഹണ്ടിങ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പൊ അവര് ഏതൊക്കെ കാര്യങ്ങളായിരുന്നു അവര് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? കോർട്ട് സീൻസ്, അതുപോലെ തന്നെ ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെ, ഹണ്ടിങ്ങിന്റെ സീൻസ്, അത് അങ്ങനത്തെ സോഷ്യൽ ലൈഫിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? നല്ല ഭംഗിയില് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. And they were often exchanged as gift and were viewed only by an exclusive few, the emperor and his close associates. Okay, അപ്പം അവര് ഈ പെയിന്റിങ്സ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കാണും അല്ലെ. And they are viewed only by an exclusive few, the emperor and his close associates. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലെ. But the decline of the Mughal Empire, നമ്മൾ പറഞ്ഞു അല്ലെ, മുഗൾ എംപയർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. And with the decline of the Mughal Empire, many painters moved out to the courts of the emerging regional states. അപ്പം കുറെ ആൾക്കാര് പുറത്തേക്ക് പോവാണ്. As a result, Mughal artistic taste influenced the regional courts of the Deccan and the Rajput courts of the Rajasthan. At the same time, they retained and developed their distinctive characteristics. Portraits of rulers and court scenes came to be painted following the Mughal example. Besides, themes from mythology and poetry were depicted at centers such as Mewar, Jodhpur, Banti, Kota and Kishangar. Another region that attracted miniature paintings was the Himalayan foothills
around the modern day state ഹിമാചൽ പ്രദേശ്. അപ്പം ഈ മിനിയേച്ചർ പെയിന്റിങ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. മിനിയേച്ചർ പെയിന്റിങ്സിനെ അട്രാക്ട് ചെയ്ത വേറെ സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയൻ ഫുഡ് ഹിൽസ്. അതുപോലെ തന്നെ എവിടെയാ പറഞ്ഞിട്ടുള്ളത് സ്ഥലങ്ങള്? മേവർ, ജോധ്പൂർ, ബണ്ടി, കോട്ട ആൻഡ് കിഷാനഗർ. കിഷാങ്കർ മിനിയേച്ചർ പെയിന്റിങ്സ് അല്ലെ. വുഡിലൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് മിനിയേച്ചർ പെയിന്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. By the late 17th century, this region had developed a bold and intense style of miniature paintings called basoli. Okay, bold and intensive style of painting നെയാണ് എന്ത് പറയുന്നത്? ബാസോലി എന്ന് പറയുന്നത് അല്ലെ. ബോൾഡ് ആയിട്ടുള്ള പെയിന്റിംഗ്. Most popular text to be painted here was Bhanudatta's Rasamanjari. Okay, Bhanudatta's Rasamanjari, Nadir Shah's invasion and the conquest of Delhi in 1739 resulted in the migration of Mughal artists to the hills to escape the uncertainties of the plains. അപ്പം പോപ്പുലർ ടെക്സ്റ്റ് പെയിന്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഭാനുദത്താസ് രസമഞ്ജരി. അതിനുശേഷം 1739 നാദിർ ഷാസ് ഇൻവേഷൻ ആൻഡ് കൺക്വസ്റ്റ് ഓഫ് ഡൽഹി കൺകർ ചെയ്തു. ആൻഡ് വിച്ച് ലെഡ് ടു ദി മൈഗ്രേഷൻ ഓഫ് മുഗൾ ആർട്ടിസ്റ്റ്. മുഗൾ ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു? ഹില്ലിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായി. 1739 ഈ ഒരു ഇൻസിഡന്റ്. They found ready patterns which led to the founding of the Kangra school of painting. By the mid-18th century, the Kangra artists developed a style which breathed a new spirit into miniature painting. The source of inspiration was the Vaishnavite tradition. Okay, അപ്പം അതിനുശേഷം വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എവല്യൂഷൻ വരുവാണ് അല്ലെ. ready patterns which led to the founding of the Kangra school of painting വരുവാണ്. Kangra school of painting വരുന്നു. By the mid-18th century, the Kangra artists developed a style അല്ലെ. Kangra artists പുതിയൊരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തു which breathed a new spirit into miniature painting. Source of inspiration was the Vaishnavite traditions. Soft colors, നേരത്തെ അല്ലെ ബോൾഡ് വലിയ ബ്രില്യൻ കളേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സോഫ്റ്റ് കളേഴ്സ് ഇൻക്ലൂഡിങ് കൂൾ ബ്ലൂസ് ആൻഡ് ഗ്രീൻസ് ആൻഡ് എ ലിറിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് തീംസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് കാങ്ക്ര പെയിന്റിങ്. അപ്പൊ നേരത്തെ നല്ല ബോൾഡ് ആയിട്ടുള്ള ഹാർഡ് ആയിട്ട് മീൻസ് ഭയങ്കര ഡാർക്ക് പെയിന്റിങ്സ് ആയിരുന്നു. ഇപ്പൊ എന്താണ്? സോഫ്റ്റ് കളേഴ്സ് ഇൻക്ലൂഡിങ് കൂൾ ബ്ലൂസ്. അപ്പൊ ഇതൊക്കെയാണ് ഈ കാങ്ക്ര പെയിന്റിങ്ങിനെ നേരത്തെ നിന്ന് എന്ത് ചെയ്യുന്നത്? വ്യത്യാസമായിട്ട് ഉള്ള പുതിയൊരു ട്രഡീഷൻ, പുതിയൊരു സ്റ്റൈല് ഇവോൾവ് ആയത്. Remember that ordinary women and men painted as well on pots. അല്ലെ, ഇത് വലിയ ആർട്ടിഷ്യൻസും അല്ലെ. ഓർഡിനറി വിമൻ മെൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോട്ടിലായിക്കോട്ടെ, അതുപോലെ തന്നെ വാളില്, ഫ്ലോറില്, ക്ലോത്ത് വർക്കില് ഓഫ് ആർട്ട് that have occasionally survived. Unlike the miniatures that were carefully preserved in palaces for centuries. അപ്പം മിനിയേച്ചർ പെയിന്റിങ്ങിന് പോലെ പ്രിസർവ് ചെയ്ത് അല്ലെ സെഞ്ചുറീസ് ആയിട്ട് പ്രിസർവേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താണ് ഇവരൊക്കെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരും ഇത്തരം ഫ്ലോറിലും വാളിലൊക്കെ അവര് ചെറിയ ചെറിയ പെയിന്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ നമ്മൾ ഈ ഒരു സെഷനിൽ കുഞ്ഞി സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ കത്തക്കിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലെ. കത്തക്ക് എങ്ങനെയാ വന്നത്? കത്ത എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കത്തക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താണ് ഒരു ഡാൻസ് ഫോം എന്ന് പറയുന്ന ഫോമാറ്റിലേക്ക് ആദ്യം ഒരു കാസ്റ്റ് ബേസ്ഡ് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു കലാരൂപം, അത് പിന്നീട് ഒരു ഡാൻസ് ഫോമിലേക്ക് അതിന്റെ ഒരു ട്രാൻസിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ എവിടെയൊക്കെയാണ് കത്തക്ക് ഫേമസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ക്ലാസിക്കൽ ഡാൻസസ് എന്താണ്, അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കി. അതിനുശേഷം നമ്മളിപ്പോ മെയിൻ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു? കഥക് ഉണ്ട്, ഭരതനാട്യം ഉണ്ട്, കഥകളി ഉണ്ട്, ഒഡീഷി ഉണ്ട്, കുച്ചിപ്പുടി, മണിപ്പൂരി ഉണ്ട്
അല്ലെ. അതിനുശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയത് മിനിയേച്ചർ പെയിന്റിങ്ങിന് അല്ലെങ്കിൽ മിനിയേച്ചറിന്റെ പെയിന്റിങ് അല്ലെ, ചെറിയ രൂപത്തിലുള്ള പെയിന്റിങ് അല്ലെ, കുഞ്ഞി പെയിന്റിങ്ങിനാണ് മിനിയേച്ചർ എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, ആരായിരുന്നു അല്ലെ, മുഗൾ ആയിരുന്നു കൂടുതലായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടുത്തെ ആർട്ടീഷ്യൻസ് 1739 നാദിർഷായുടെ ഇൻവേർഷൻ കാരണം എന്ത് ചെയ്യും, അവിടുത്തെ ആർട്ടീഷ്യൻസ് ഒക്കെ ഹില്ലിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം വന്നിട്ടുള്ള വേറൊരു ഫോം അല്ലെ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള വേറൊരു പെയിന്റിങ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കാംഗ്ര പെയിന്റിങ് അല്ലെ, കാംഗ്ര ആർട്ടിസ്റ്റ് വന്നു. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്